ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചെന്ന പോലീസ് കേസ് വെറും ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കഥകളാണ്. KSU പ്രവർത്തകർ തന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രതിഷേധത്തിനിടയിലെ ഉന്തിലും തള്ളിലുമാണ് പരിക്കേറ്റതെന്നുമുള്ള മന്ത്രിയുടെ സത്യസന്ധമായ മൊഴി കണ്ണൂരിലെ CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. വധശ്രമ വകുപ്പ് 307 ഒഴിവാക്കി കേസ് വെറും പെറ്റി കേസായി മാറുന്നതോടെ 5 വിദ്യാർത്ഥി നേതാക്കളെ ദിവസങ്ങളോളം അഴിക്കുള്ളിലാക്കിയതിന് പിന്നിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സംഭവം നടന്ന ഉടൻ KSU പ്രവർത്തകർ മന്ത്രിയെ വധിക്കാൻ പദ്ധതി ഒരുക്കിയെന്നും കൊല്ലട എന്നാക്രോശിച്ച് കഴുത്തിന് പിടിച്ചെന്നുമൊക്കെ പ്രസംഗിച്ച് MV ജയരാജൻ അടക്കമുള്ള CPM നേതാക്കൾ ഇപ്പോൾ മറുപടിയില്ലാത്ത അവസ്ഥയിലാണ്. നേതാക്കൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് മന്ത്രി തന്നെ മൊഴി നൽകിയതോടെ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം അങ്കലാപ്പിലായി. രാഷ്ട്രീയ പകപോക്കലിനായി ഒരുക്കിയ തിരക്കഥ മന്ത്രി തന്നെ തിരുത്തി എഴുതിയത് CPMന് കനത്ത തിരിച്ചടിയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നിൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി ആരോപണമുണ്ട്. സ്പീക്കർ AN ഷംസീറിന്റെ തട്ടകമായ കണ്ണൂരിൽ വച്ച് ഇത്തരമൊരു ഗൂഢാലോചന നടന്നത് സ്പീക്കറുടെ അറിവോടെയാണോ എന്ന ചോദ്യവും ഉയരുന്നു. പോലീസിനെ കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചേർപ്പിക്കാനും വിദ്യാർത്ഥികളെ ജയിലിൽ അടയ്ക്കാനും ഉന്നതതല ഇടപെടൽ നടന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന CCTV ദൃശ്യങ്ങൾ മറച്ചുപിടിച്ചാണ് പോലീസ് ഈ നാടകം കളിച്ചത്. മന്ത്രിക്ക് പോലും ഇല്ലാത്ത പരാതി പടച്ചുണ്ടാക്കിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഗുരുതരമായ കുരുക്കിലാണ്. ഒരു മന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലിരുന്ന് കള്ളപ്പരാതി നൽകിയ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ഭരണമാറ്റമുണ്ടായാൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ വരുമെന്ന് ഉറപ്പാണ്. പോലീസിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. വധശ്രമ കേസ് എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് തങ്ങളെ ജയിലിൽ അടച്ചതിനും വീടുകൾക്ക് നേരെ ബോംബേർ നടത്തിയതിനും എതിരെ KSU കനത്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. MC അതുൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേട്ടയാടിയ പോലീസുകാർക്കെതിരെയും ഗൂഢാലോചനയിൽ പങ്കാളികളായ നേതാക്കൾക്കെതിരെയും കോടതിയെ സമീപിക്കും. വധശ്രമ വകുപ്പ് ഒഴിവാക്കി കേസ് ലഘൂകരിക്കാൻ പോലീസ് ശ്രമിക്കുന്നത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങളെത്തിക്കും. ആ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ സ്പീക്കർ AN ഷംസീറും ഉണ്ടായിരുന്നു. കഴുത്തുവേദനയെന്ന് മന്ത്രി പറഞ്ഞത് സ്പീക്കർ പറഞ്ഞിട്ടാണെന്ന ആരോപണം ഉണ്ടായി. അതെല്ലാം വീണ്ടും ചർച്ചയാകും. കൊല്ലട എന്നാക്രോശിച്ച് കഴുത്തിന് പിടിച്ചു എന്നതടക്കമുള്ള പോലീസ് FIRലെ നാടകീയമായ വരികളെല്ലാം മന്ത്രിയുടെ മൊഴിയോടെ അപ്രസക്തമായിരിക്കുകയാണ്. വധശ്രമക്കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമായതോടെ കള്ളപ്പരാതി നൽകിയ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയത് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഈ പരാതിയെ പാടെ തള്ളുന്നതാണ് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നൽകിയ മൊഴി. ഒരു ഗൺമാൻ എഴുതി നൽകിയ തിരക്കഥയിൽ പോലീസ് കെട്ടിപ്പൊക്കിയ വധശ്രമ കേസ് ഒടുവിൽ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു.